കാരണം മാൽപ്പയ്ക്ക് ഈ മുങ്ങൽ ഇതിന് സൗകര്യത്തിന് വേണ്ടി ഈ ഡ്രഡ്ജിങ്ങിന്റെ പ്രവർത്തനം പൂർണ്ണമായും നിർത്തിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത്. ഇന്നലെ ഉച്ചവരെ മാത്രമാണ് ഡ്രഡ്ജിംഗ് നടത്തിയത്, മണ്ണ് നീക്കുന്ന പ്രവൃത്തി ഉണ്ടായത്. അത് ഇന്നും ഉണ്ടാകാൻ പാടില്ല എന്നതുകൊണ്ടാണ് ഈ രണ്ടു കാര്യവും ഒരേ സമയത്ത് അത്തരത്തിൽ വളരെ വേഗത്തിൽ ഈ പ്രവർത്തനം നടന്നാൽ മാത്രമേ അർജുന്റെ ലോറിക്കരികിലേക്ക് എത്താൻ സാധിക്കൂ. കൃത്യമായി കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത് നമ്മളിപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്ന ഡ്രഡ്ജിംഗ് നടത്തുന്ന ആ സ്ഥലത്ത് അവിടെ ലോറി ഉണ്ട് എന്നാണ്. അതാണ് നേവി നൽകിയ വിവരവും. നേവിയുടെ സോണാർ പരിശോധന പലവട്ടം ഇവിടെ നടന്നപ്പോഴും അവിടെ ലോറിയുടെ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. ആ ലോറിക്ക് മുകളിൽ ഒരുപാട് മണ്ണ് അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ മണ്ണ് നീക്കം ചെയ്യണമെന്നതായിരുന്നു കുടുംബത്തിന്റെയും ആവശ്യം. അത് പരിഗണിച്ചാണ് ഇന്ന് ഈ രീതിയിലുള്ള തെരച്ചിലുമായി മുന്നോട്ട് പോകുന്നത്. മാൽപ്പയ്ക്ക് ഏതെങ്കിലും തരത്തിൽ ഇവിടെ ഇറങ്ങുന്നതിന് തടസ്സമില്ല, പക്ഷേ ഡ്രഡ്ജിംഗ് തടസ്സപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചുകൊണ്ട് ഒരു തെരച്ചിൽ പാടില്ല. അത് മാൽപ്പയ്ക്ക് കർശന നിർദ്ദേശം അവർ നൽകിയിട്ടുണ്ട്. കാരണം 1 കോടിയോളം രൂപ ചെലവഴിച്ച് ഇവിടുത്തെ മണ്ണ് നീക്കാൻ വേണ്ടിയാണ് ഈ ഡ്രഡ്ജിംഗ് യന്ത്രം കൊണ്ടുവന്നത്. അത് കുടുംബം നിരന്തരം ആവശ്യപ്പെട്ട് കർണാടക മുഖ്യമന്ത്രി കണ്ട് 2 മാസത്തോളം ഇത്തരത്തിൽ കാത്തിരുന്ന് അതിനുശേഷമാണ് ഈ ഡ്രഡ്ജർ ഇവിടെ എത്തുന്നത്. അതുകൊണ്ട് തന്നെ ഡ്രഡ്ജിംഗ് നിർത്തിവെച്ചാൽ അത് ഒരു ദിവസം നമുക്ക് പാഴായി പോകുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ എത്തും. ഇന്നലെ ഒരു ദിവസം ഉച്ചവരെ മാത്രം ഈ ഡ്രഡ്ജർ പ്രവർത്തിച്ചിട്ടുള്ളൂ. അത് കുടുംബത്തിന് വലിയ അതൃപ്തി ഉണ്ടായിരുന്നു. ഡ്രഡ്ജിംഗ് തുടരെ നടക്കണം. 10 മണിക്കൂറാണ് ഇവർ സമയം പറഞ്ഞത്. അതായത് രാവിലെ 8 മുതൽ വൈകിട്ട് 6 വരെ അത്ര 10 മണിക്കൂറോളം ഈ ഡ്രഡ്ജിംഗ് നടത്തുമെന്നാണ് കമ്പനി അധികൃതർ പറഞ്ഞത്. അത് കൂടുതൽ മണ്ണുകൾ വളരെ പെട്ടെന്ന് ഇവിടെ നിന്നും എടുത്തു മാറ്റി ഇത്തരത്തിൽ ഈ ലോറി കൃത്യമായി ലോറിക്കരികിലേക്ക് എത്തുക. നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേവി ഉൾപ്പെടെ പറയുന്നത് ഈ ഏതെങ്കിലും തരത്തിൽ ലോറി ഇപ്പോൾ ഇവർ കണ്ടെത്തിയ ലോഹഭാഗങ്ങൾ ഈ ലോറിയുടെ നിന്ന് പറയുന്ന ലോഹഭാഗങ്ങൾ കണ്ടെത്തിയ സ്ഥലത്ത് ലോറിക്ക് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല എന്ന് തന്നെയാണ്. ടാങ്കർ ലോറി ഈ ഇപ്പോൾ അർജുന്റെ ലോറി എന്ന് പറയുന്നത് ആ സ്ഥലത്തു നിന്നും വളരെ ദൂരം മാറിയാണ് ഇന്നലെ ടാങ്കർ ലോറിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയത്. അതുകൊണ്ട് തന്നെ വലിയ ആശങ്ക അല്ലെങ്കിൽ നിരാശ കുടുംബത്തിനില്ല. അത് ആ രീതിയിൽ തന്നെ വലിയ കേടുപാടുകൾ കൂടാതെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ അതിന്റെ ക്യാബിനിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താൻ കഴിയും എന്ന ഒരു വിശ്വാസം അവർക്ക് ഉണ്ട്, ഒരു പ്രതീക്ഷ അവർക്കുണ്ട്. ആ ക്യാബിന്റെ അരികിലേക്ക് എത്രയും പെട്ടെന്ന് എത്തുക എന്ന് തന്നെയാണ് കുടുംബം ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് ഡ്രഡ്ജിംഗ് അത് അതേ രീതിയിൽ ഏത് രീതിയിലാണോ നേരത്തെ പദ്ധതിയിട്ടത് അതുപോലെ നിർത്താതെ തുടരണം. ആ ഡ്രഡ്ജിംഗ് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലുണ്ടാകുന്ന ഒരു പ്രതിസന്ധി എന്താണെന്ന് വെച്ചാൽ അവിടെ വെള്ളം കലങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അപ്പോൾ ഈ ഈശ്വർ മൽപ്പയ്ക്ക് മുങ്ങലിന് അത് ബുദ്ധിമുട്ടുണ്ടാകും. അത് ആ ഒരു കാരണം കൊണ്ട് ഡ്രഡ്ജിംഗ് നിർത്തിവെക്കാൻ സാധിക്കില്ല. അത് ഇന്നലെ കാർവാർ എംഎൽഎയും ഇന്നലെ ഒരു യോഗം ചേർന്നിരുന്നു. ആ യോഗത്തിലും കർശന നിർദ്ദേശം കാർവാർ എംഎൽഎ നൽകിയിട്ടുണ്ട്. അതായത് ഇത്രയും രൂപ മുടക്കി ഒരു ഡ്രഡ്ജിംഗ് യന്ത്രം ഇവിടെ കൊണ്ടുവരുമ്പോൾ അതിവിടെ വെറുതെ ഇടാൻ സാധിക്കില്ല, അതും പ്രവർത്തിക്കണം. ഒപ്പം ഈശ്വർ മൽപ്പ മറ്റിടങ്ങളിൽ പരിശോധിക്കട്ടെ, അവിടെ ഏതെങ്കിലും തരത്തിൽ എന്തെങ്കിലും വാഹനങ്ങളുടെ അവശിഷ്ടങ്ങളോ എന്തെങ്കിലും കണ്ടെത്തണം എന്നതാണ് കൃത്യമായി പറയുന്നത്. എന്തായാലും ഇപ്പോൾ 2 തരത്തിലുള്ള തെരച്ചിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അതായത് ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലും ഒപ്പം ഈശ്വർ മൽപ്പെ മുങ്ങൽ വിദഗ്ധനായ ഈശ്വർ മൽപ്പയുടെ സേവനവും ഇത് രണ്ടുമാണ് ഇപ്പോൾ നടക്കുന്നത്. അല്പസമയത്തിനകം നേവിയുടെ സംഘവും ഇവിടെ എത്തുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. നേവി നിലവിൽ ഇവിടെ എത്തിയിട്ടില്ല. SDRFന്റെ NDRFന്റെ സംഘങ്ങൾ ഒന്നും തന്നെ ഇവിടെ എത്തിയിട്ടില്ല. ഈ ഈശ്വർ മൽപ്പയാണ് ഇവിടെ ആദ്യം എത്തിയത്. അദ്ദേഹം തെരച്ചിലിനായി ഇറങ്ങിയത്. അതിന് തൊട്ടു പിന്നാലെ ഡ്രഡ്ജറും ഇപ്പോൾ പ്രവർത്തിച്ചു തുടങ്ങി. ഏതായാലും ഇപ്പോൾ തെരച്ചിൽ തുടങ്ങിയിരിക്കുന്നു. അതിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. എന്തായാലും ഏതെങ്കിലും ഒരു ലോറിയിലേക്ക് എത്താൻ പറ്റും, വളരെ പെട്ടെന്ന് എത്താൻ പറ്റും എന്ന ഒരു പ്രതീക്ഷ മടങ്ങിയെത്താം ഇപ്പോൾ.